ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താ? മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ശരീരം പ്രാപിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രത്യാശ. കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയന്മാരെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയവന്റെ പ്രതിമ ധരിക്കും. അതാണ് എൻ്റെ പ്രത്യാശ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയാണ് ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്നത്. ഞാൻ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്നുള്ള എൻ്റെ പ്രത്യാശ. അല്ല അമേരിക്കൻ വിസ ലഭിക്കുമെന്നോ, കാനഡ വിസ ലഭിക്കുമെന്നോ, ലണ്ടൻ വിസ ലഭിക്കുമെന്നോ, ഗൾഫ് രാജ്യങ്ങളുടെ വിസ ലഭിക്കുമെന്നോ, അതൊന്നും അല്ല എൻ്റെ പ്രത്യാശ. എന്ന് വെച്ചാൽ അവിടെ പോകുന്നവരെ ഞാൻ വടക്ക് പറയുന്നില്ല. അതൊക്കെ ദൈവം നയിക്കുന്നെങ്കിൽ പൊക്കോണം, കർത്താവ് അയക്കുന്നെങ്കിൽ പൊക്കോണം, കർത്താവ് അയക്കുന്നെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കണം, അവിടെയുള്ള ജനത്തെ പ്രബോധിപ്പിച്ച് ഈ നിത്യമായ സന്തോഷത്തിലും സമാധാനത്തിൻ്റെ ജീവിതം സ്വർഗത്തിലുണ്ടെന്ന് അവരെ പ്രസംഗിച്ച് കേൾപ്പിച്ച് ആ പ്രത്യാശ നിർഭരമായ ജീവിതത്തിലേക്ക് അവരെ നടത്തണം. എന്നിട്ട് അവർ തരുന്നതൊക്കെ മേടിച്ച് തിന്നോണം. ഇതൊന്നും ഇല്ലാതെ കൊണ്ട് ചപ്പും ചവറും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അവിടെ നിന്ന് കാശ് മേടിച്ച് പോന്നിട്ട് എന്താ കാര്യം? ഒരു വിദേശയാത്ര തട്ടിക്കളഞ്ഞവനായി സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ഓർത്തോണം. എന്താ പാസ്റ്റേ തട്ടിക്കളഞ്ഞത്? കാശ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടാണോ? അയ്യോ ഇല്ലേ, ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടേ. പക്ഷെ അത് ദൈവഗീതമെല്ലാം തോന്നി, അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ച്. ദൈവഗീതമില്ലാത്തൊരു യാത്രയെ നമുക്ക് വേണ്ട. ദൈവഗീതമല്ലാത്തൊരു ഭൗതികവും നമ്മുടെ കയ്യിൽ വരണ്ട. ഗുണം പിടിക്കാത്തവൻ്റെ ഒരു പൈസയും നമ്മുടെ കയ്യിൽ വരണ്ട. നമ്മളിൽ നിന്ന് ഉപദേശം കേൾക്കാത്തവരുടെ കാശ് നമ്മുടെ കയ്യിൽ വരണ്ട. ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോ പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമല്ലേ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം വരെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. 4-ാം അധ്യായം സഭ സ്വർഗത്തിലാ. അതിന്നുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. വെളിപ്പാട് 4-ൽ സഭ സ്വർഗത്തിലാ. അതുകൊണ്ടാണ് വെളിപ്പാട് 1, 2, 3 അധ്യായം നന്നായി വായിച്ച് പഠിച്ചോണം. വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്ത് പോകാം. സ്വർഗത്ത് ചെന്നതിന് ശേഷം പിന്നെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കിടന്ന് വ്യാപലാതിപ്പെടേണ്ട കാര്യമില്ല. കൈവിടപ്പെട്ടു പോയാൽ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഈ ഭൂമി നടക്കുന്ന ഘോരമായ പീഡയെക്കുറിച്ച് ഇപ്പോൾ വ്യാകുലപ്പെടണം. മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ, പാറകളെ വന്ന് ഞങ്ങളെ മൂടുവിൻ. മരണത്തിന് വേണ്ടി കൊതിക്കും, മരണത്തിന് വേണ്ടി ദാഹിക്കും. കഴിഞ്ഞ ചോദിച്ച ഒരു വാത്സല്യ സഹോദരി ഒരു വാക്യം വിളിച്ച് പറഞ്ഞു, ഒരു പാട്ടുണ്ടത്. ആ പാട്ടിന് വേണ്ടി കിടന്ന് തപ്പി തപ്പി എൻ്റെ ഇടപാട് തീർന്നു. തപ്പാൻ പോവുക ഇനി. പക്ഷെ തപ്പിയാലും കിട്ടത്തില്ല, കാരണം എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ പാട്ട് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് ആ പാട്ടായിട്ട് തന്നിരിക്കുന്നത്. എഴുതിയതെന്നാണ് പുള്ളിക്കാരിയുടെ വാദം. ഞാനത് കേട്ടിട്ട് പോലുമില്ല. ആമോസ് പ്രവാചകന്റെ വാക്യം ഏതായിരുന്നു? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമില്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പും തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് നടക്കും. കണ്ടുകെട്ടിയില്ലതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. എന്തിനാ ബോധം കെട്ട് വീഴുന്നത്? വചനം അന്വേഷിച്ച് കിടന്നിട്ട് കിട്ടാതിരി ബോധം കെട്ട് വീഴുക. അതുകൊണ്ട് യൗവനക്കാരും ബാല്യക്കാരും എല്ലാ കാറ്റഗറിപ്പെട്ടവരോടും എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇതാ കേട്ടോ, ഇതെല്ലാം കേട്ടനുസരിച്ച് ജീവിച്ചോ. വചനം ദുർലഭമാകുന്നൊരു കാലം വരാൻ പോകുന്നു. വചനത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു കാലം വരാൻ പോകുന്നു. അപ്പത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി വിശന്ന് ദാഹിക്കുന്നത് പോലെ ദൈവവചനം എവിടെയെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്ന് വിശന്ന് ദാഹിക്കുന്നൊരു കാലം വരുന്നു സഹോദരങ്ങളെ. ഇപ്പോൾ ഇതാ സുലഭമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ശേഷിപ്പായ ശുശ്രൂഷകന്മാർ ഞങ്ങൾ അവിടങ്ങളിൽ കിടന്ന് ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിത് വാട്സപ്പിലും യൂട്യൂബിലെല്ലാം കിട്ടും. സുലഭമായിട്ട് കിട്ടുന്നുണ്ട്.
എൻ്റെ ഈ വചനം കേൾക്കുന്നവർ ആരും നരകത്തിൽ പോകരുത് എന്നൊരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. വേറെ ഒരു ആഗ്രഹവും എനിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പാസ്റ്റർമാരുടെ ആഗ്രഹത്തിൻ്റെ പട്ടിക ഞാൻ നിരത്തി വെച്ച അങ്ങനെയുള്ള പുസ്തകം എഴുതിയ ഈ ലോകത്തിൽ ഒതുങ്ങുകയില്ലെന്ന് യോഹന്നാൻ പറഞ്ഞ പോലെ ഞാനും പറയുക. അതുപോലെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായ ഒരു കെട്ടിടം എനിക്ക് ലഭിക്കും. അത് രൂപാന്തര ശരീരത്തെ കാണിക്കുന്നു. അത് ക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരത്തെ കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരു കോടാനുകോടി വിശുദ്ധന്മാർ രക്തസാക്ഷികളായത്. അതിനുവേണ്ടിയാണ് ഒരു അപ്പനും അമ്മയും 3 കുഞ്ഞുങ്ങളും മണ്ണിലിട്ട് മൂടി കൊല്ലുമെന്ന് റോമൻ സാമ്രാജ്യം പറഞ്ഞപ്പോൾ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പനെയും അമ്മയും 3 മക്കളെ ഇറക്കി നിർത്തി. കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ബൈബിളിനെ പുച്ഛിച്ച് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് മൂടാൻ പോവുകയാണ്. ഭാര്യ സഹോദരി നല്ല കറതുകർന്ന വിശ്വാസിയായിരുന്നു. ഭർത്താവ് വിശ്വാസം നഷ്ടപ്പെട്ടവനായ പോലെ ഒരു നിമിഷമായി തീർന്നു. കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാകാം, ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും നമുക്ക് തള്ളിപ്പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭീരുവായ ഭർത്താവിനെ എനിക്ക് വേണ്ട. ഇന്ന് മരിച്ചാൽ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കും എന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ട് അവരാ പ്രത്യാശയോടെ ആ 3 കുഞ്ഞുങ്ങളും ആ പിതാവും മാതാവും മണ്ണിനാൽ മൂടപ്പെട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടാനിടയായി. ആർഷഭാരതത്തിൽ ഇങ്ങനെ ഒരു സംഭവം വരില്ലെന്ന് ആര് കണ്ടു? ഇന്ന് സ്വസ്ഥമായി നമ്മൾ ഹോളുകളിലും വീടുകളിലും പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് വേദപുസ്തകം കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലം വരുമോ ഇല്ലയോ എന്ന് ആര് കണ്ടു? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന രൂക്ഷമായി പിശാച് പരിശോധിക്കുന്ന വേളകൾ വരില്ലെന്ന് ആര് കണ്ടു? ഈ കാറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും ശത്രുവിൻ്റെ ഭീഷണങ്ങൾ വരില്ലെന്ന് ആര് കണ്ടു? എന്തു വന്നാലും മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാനുള്ള കൃപ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനം പറഞ്ഞ് മരിച്ച് ഇത് പ്രസംഗിച്ച വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചെന്നു ചേരാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കാശുണ്ടാക്കാനും വീടുണ്ടാക്കാനും ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് അവരുടെ ഭൗതികം വാങ്ങി തിന്ന് നരകത്തിൽ പോകാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. ആ വേദന ഉള്ളതുകൊണ്ട് ഞാൻ പറയുക. നിങ്ങൾ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. രൂക്ഷമായ ഭാഷയാണ് ഞാൻ പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം. ഭൗതികത്തിന് വേണ്ടി മലക്കം മറിയുന്ന പാസ്റ്റർമാര്, സുവിശേഷന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര് കോട കൊടുത്ത് 10, 15, 20, 25 ഗൾഫുകാരുള്ള സഭകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി കോട കൊടുത്ത് വാങ്ങുന്ന ശുശ്രൂഷാ വൃന്ദങ്ങൾ. ഞാനതിന് പറയുന്നത് അവര് സാത്താൻ്റെ ഏജന്റുമാരാണ്, ദൈവത്തിൻ്റെ അല്ല. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഒരിക്കലും ഭൗതികത്തിന് വേണ്ടി മലക്കം മറിയില്ല. അങ്ങനെ മറിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ദാസനല്ല, അവൻ പാവത്തിൻ്റെ ദാസനാണ്. ഇന്ന് സഭകൾ ദുരുപദേശത്തിൽ കിടക്കുക. സഭ കുരുടന്മാരായി, ദരിദ്രന്മാരായി, നഗ്നന്മാരായി കിടക്കുക. വെളിപ്പാട് 3-ന്റെ 17, 18 ഞാനിത് പറയുമ്പോൾ എന്നെടുത്ത് വായിച്ച് നോക്കിക്കോണേ. വെളിപ്പാട് 3-ന്റെ 17, 18 സഭ കിടക്കുക. ഈ 3 അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നാലേ സഭയ്ക്ക് എടുക്കപ്പെടാൻ പറ്റൂ. നിങ്ങൾ മനസ്സ് വെച്ച് കേൾക്ക്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വികലമായി പഠിപ്പിക്കുന്ന ഇന്റർനാഷണൽ പാസ്റ്റർമാർ നിറഞ്ഞു കിടക്കുക നമ്മുടെ നാട്ടിൽ. അനേകരുടെ ഉപദേശം ഞാൻ കേട്ടു. നല്ല നല്ല പാസ്റ്റർമാർ പോലും വെളിപ്പാട് 3-ന്റെ 17, 18 വരുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യും, ഒന്ന് മലക്കം മറിയും. എന്തുകൊണ്ടാണ്? പലരുമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടത്തലെടുത്ത് പറയും. ദൈവസഭാ നവീകരണം എന്ന ഒരു പുസ്തകം എഴുതിയൊരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അതിലെഴുതിയിരിക്കുന്ന ആ മഹത്തരമായ സത്യം എനിക്കത് സത്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വീകരിക്കാനും തള്ളിക്കളയാനും നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സഭ ആത്മീയ ദാരിദ്ര്യത്തിൽ കിടക്കുക, സഭ ആത്മീക നഗ്നതയിൽ കിടക്കുക, സഭ ആത്മീയ കുരുടന്മാരായി കിടക്കുക. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട യഹൂദന്മാര് കുരുടന്മാരെ, മൂഢന്മാരെ, കുരുടനെ വഴികാട്ടുന്ന അവസ്ഥയിലേക്ക് ആയിത്തീർന്നവരെ എന്നൊക്കെ വിളിച്ചില്ലേ? അത് തന്നെ ഇന്നും. മത്തായി 23-ാം അധ്യായം ഒരു 5-10 പ്രാവശ്യം വായിച്ചോ പഠിച്ചോ. ന്യായശാസ്ത്രന്മാരും പരീശന്മാരും മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കേണ്ട ശുശ്രൂഷ വൃന്ദങ്ങൾ അവരേതവസ്ഥയിലായിരിക്കുന്നു? അവർ കള്ളപ്രവാചകന്മാരും ദുരുപേക്ഷകന്മാരുമായി. അവർ കിണ്ടികിണ്ടങ്ങളുടെ
പുറം വെടിപ്പാക്കുന്നവരായി മാറി. അവർ ശവക്കല്ലറുകളെ വെള്ള തേച്ചവരെ പോലെയായി. അവർ വിധവയുടെ വീടുകളെ വിഴുങ്ങുന്നവരെ പോലെയായി. അവർ കടലും കരയും കടന്ന ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിൽ ചേർക്കുന്ന ഹതഭാഗ്യരായി അവർ തീർന്നു എന്നല്ലേ കർത്താവരോട് പറഞ്ഞത്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല, കടക്കാവുന്നവരെ സമ്മതിക്കുന്നുമില്ല. നിങ്ങൾ കടക്കുന്നില്ല, കടക്കാൻ പോകുന്നവരെ സമ്മതിക്കുന്നുമില്ല. അങ്ങനത്തെ നീചന്മാരാണെന്നല്ലേ കർത്താവരോട് പറഞ്ഞത്. ഇന്നും പഥ്യവചനം പഥ്യോപദേശം പറഞ്ഞ് ആരെയെങ്കിലും കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കിയാൽ ഈ കൂട്ടർ വന്നിട്ട് ഒരിക്കൽ ഒരു പാസ്റ്റമ്മ ഒരു സഹോദരൻ ഒരു കുടുംബത്തോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറയുന്ന ഉപദേശം കേൾക്കരുത്, എവിടെ പോയാലും അവിടെ പോകരുത്, എവിടെ പോയാലും അവിടെ പോകരുത്. എന്താ കാര്യം? അവിടെ പോയാൽ നിങ്ങൾ സ്വർഗത്ത് പോകും, ഞങ്ങളോടൊപ്പം നിന്നാൽ നമുക്ക് നരകത്തിൽ പോകാം. അതാണ് അവരുടെ ചിന്ത. ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എനിക്ക് സ്വർഗത്ത് പോകണം. ഇവർക്ക് വേറെ ഒന്നും നേടണ്ട, ഒന്നും നേടണ്ട. ഇവിടെ ഒന്നും നേടാനല്ല. ആരെങ്കിലും സ്തോത്രാഴ്ചയായിട്ടോ ദശാംശം എന്തെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആരോടും പിടിച്ചു പറിക്കാനും ആരോട് ഇറക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇതാ ഒരു സ്തോത്രാഴ്ച സന്തോഷത്തോടെ സ്വീകരിക്കും. അല്ല തെണ്ടി നടക്കാനാണെങ്കിൽ വേറെ ആളെ നോക്കിയാൽ മതി. നല്ല കഥ. എൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ എൻ്റെ ഗൂഗിൾ നമ്പർ ഇടുന്നു, എൻ്റെ നമ്പർ, ബാങ്ക് നമ്പർ ഇടുന്നു. ഞങ്ങളെ കിട്ടത്തില്ല അതിനൊന്നും. ഒരൊറ്റ പ്രസംഗത്തിലും അങ്ങനെ ഇട്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ആരെങ്കിലും വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഒരു പക്ഷേ അത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കർത്താവ് തരുന്ന നന്മയാണെന്ന് വിചാരിക്കുക. അത് മതിയെന്നേ, അല്ലാത്തൊന്നും വേണ്ടെന്നേ. ഉന്മാനുടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോളാന്നേ. ധനികന്മാരായാൽ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംസ്കാര ദോഷങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീരരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യണമെന്നാ പൗലോസ് പറയുന്നത്? എന്ന് പറയാമോ ആർക്കെങ്കിലും? ഒരു ക്യാഷ് പ്രൈസ് തരാം. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം പറഞ്ഞ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം എടുത്തൊന്ന് വായിച്ചെങ്കിലും ഒന്ന് പറ. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുത്തുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഈ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ പലർക്കും അത് വേണ്ട രീതിയിൽ അറിയത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ഈ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ പിടിച്ചുകൊള്ളുക. പ്രമാണം വിട്ട പോയി. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ഒരു സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ കുഞ്ഞോ ആര് തന്നെയാണെങ്കിലും അത് മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിക്കാതെ നിത്യജീവനിലേക്ക് പോകാൻ പറ്റുകയില്ല. 3 തരം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. കൃപാവരമായി നിത്യജീവൻ തന്നിരിക്കുക കർത്താവ്. അത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, വില കൊടുക്കണം. നമ്മുടെ പഴയ ചീഞ്ഞളിഞ്ഞ സ്വഭാവങ്ങളും ചീഞ്ഞളിഞ്ഞ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം വിട്ട് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് തരുന്ന ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റാണ് നീതീകരണം. ദൈവം നമ്മെ നീതിമാനായിട്ട് പ്രഖ്യാപിക്കുന്നു. കൊലക്കുറ്റത്തിന് വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്ന നമ്മെ പിതാവാം ദൈവം യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ അവനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. അവൻ്റെ മേലുള്ള ചാർജ് ഷീറ്റെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞ് തൻ്റെ പുത്രൻ്റെ രക്തത്തിലൂടെ പിതാവ് അവനെ നോക്കിയപ്പോൾ അവനെ നീതിമാനായിട്ട് കണ്ടു. അവൻ നീതിമാനെന്ന് പ്രഖ്യാപിച്ചു. ദാറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ഇനി വിശുദ്ധീകരണം എങ്ങനെ കിട്ടും? റോമാലേഖനം 6:19 ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. കാരണം ഈ സബ്ജക്റ്റ് അറിയാത്ത പലരും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കർത്താവ് തന്ന, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6:19 നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി
അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ അവിടെ നിൽക്കട്ടെ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? മുമ്പുണ്ടായിരുന്ന പഴയ മനുഷ്യൻ്റെ പാപസ്വഭാവങ്ങളെല്ലാം വിട്ട് നീതിക്ക് അടിമകളാക്കി സമർപ്പിച്ചു. ദൈവവചനം അനുസരിക്കാമെന്നുള്ള വ്യവസ്ഥയോടുകൂടി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിച്ചു. അടുത്ത, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് യേശുവിനെ ധരിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. വിശുദ്ധീകരണം കിട്ടാൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് വിശുദ്ധീകരണം കിട്ടുന്നത്. അതാണ് നീതിയുടെ ഫ്രൂട്ടെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 9 മുതൽ 9, 10, 11 വാക്യം പഠിക്കുമ്പോൾ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് പറഞ്ഞത് ഈയിടയ്ക്ക് ഒരു ഭാഷ എടുത്ത് പ്രസംഗിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത് ഇത് പറഞ്ഞില്ലെന്ന് എൻ്റെ ഓർമ്മ. നീതിഫലം എന്നുള്ളത് നീതി ചെയ്യുന്ന അവസ്ഥയാണ്. സ്വത്രം പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതിന് വ്യക്തമായ കുറിച്ച് പറയുന്നുണ്ട്. സ്വത്രം, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലിയിൽ നിമിത്തം ഞാൻ മനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ, സ്നാനപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ, നീതിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു, വചനമനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നെന്ന്. നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയത് ലജ്ജ. അതിൻ്റെ അവസാനം മരണം, നിത്യമായ മരണം. പാപത്തിൻ്റെ ഫലം എന്തായിരുന്നു? ലജ്ജ തന്നെ. അതിൻ്റെ അവസാനമോ മരണമല്ല. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? വിശുദ്ധീകരണം. അപ്പോൾ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9, 10, 11 വാക്യങ്ങൾ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് പറഞ്ഞാൽ ഈ നീതിഫലം വിശുദ്ധീകരണമാണെന്ന് പഠിച്ചോണം. ഇതൊന്നും പാസ്റ്റർമാർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അവർ പഠിച്ചതാണോ, അവർ പ്രാപിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ എല്ലാവർക്കും വചന വെളിപ്പാട് ഒരുപോലെയല്ല. കൂടുതൽ കിട്ടാം, കുറച്ച് കിട്ടാം. കർത്താവിൽ ആശ്രയിക്കുന്നതനുസരിച്ചിരിക്കും, കർത്താവ് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ചിരിക്കും. നീതിഫലം നിറഞ്ഞവരുമായി തീരണം. അപ്പം നീതിഫലം ദൈവവചനം അനുസരിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നീതിഫലമാണ് വിശുദ്ധീകരണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ എങ്ങനെ കിട്ടും? നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് വിശുദ്ധീകരണം പ്ലസ് ഒരു ആയുസ് മുഴുവൻ 15 വയസ്സിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി 50 വയസ്സിൽ മരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ 80 വയസ്സിൽ മരിക്കുന്നെങ്കിൽ 80 വയസ്സ് വരെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിത്യജീവനിലേക്ക് നടത്തപ്പെടും, തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടും. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് മൂന്നും കൂടി ചേർത്ത് പഠിപ്പിച്ച ഒരൊറ്റ പാസ്റ്ററെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് പ്രായമുള്ളൊരു കർത്താവിൻ്റെ ദാസൻ. ഇതെന്താണെന്ന് ഇങ്ങനൊരു വിഷയം പുസ്തകത്തിലുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാസ്റ്റർമാരുണ്ട്. അപ്പോൾ അവിടെ വിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുക. കർത്താവ് വരാറായി നമുക്കിതൊക്കെ പഠിക്കണ്ടേ? ദൈവസഭയുടെ ഉപദേശം പഠിക്കാതെ എങ്ങനെ സ്വർഗത്ത് പോകുമെന്ന് എൻ്റെ ചോദ്യം. കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ക്രിക്കറ്റ് കളിക്കാനല്ല, ഗോല് കളിക്കാനല്ല, പന്ത് കളിക്കാനല്ല, കബഡി കളിക്കാനല്ല. ഇന്ന് പലരും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഈ ജീവന്റെ വചനം പ്രസംഗിച്ച് നിത്യതയിലേക്ക് ജനത്തെ ഒരുക്കാനാണ് കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. അവരിലൂടെ ഞങ്ങളെയും തിരഞ്ഞെടുത്തത് അതിനാ. ഇത് പാസ്റ്റർമാരെ തിരഞ്ഞെടുത്ത് എന്തിനാ? എനിക്കറിയാം, ബോംബെയിൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ കമന്ന് കിടന്ന് ഈ ക്രിക്കറ്റ് കളി കാണുന്നു. പാർട്ടി ഇത് കണ്ടിട്ട് മനസ്സിലായി. പാസ്റ്റർ പറഞ്ഞു, കുട്ടികളെ നിർത്തി, ഇതൊക്കെ അന്യായമാണ്, ഇതൊന്നും ചെയ്യല്ലേ. നമുക്ക് സഭായോഗം നേരത്തെ നിർത്താം. നേരത്തെ നിർത്തിയിട്ട് റൂമിൻ്റെ ഇരിക്കുന്ന വലിയ TV ഉണ്ട്, അതെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കെല്ലാം ഒരുമിച്ചിരുന്ന് കാണാം. അപ്പോൾ പാസ്റ്റർ ആരായി? പക്കാ ചെടിയനായി. ഞങ്ങളൊക്കെ ക്രിക്കറ്റിൻ്റെ ഉസ്താദുകളായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ താടിമൂടികളും ഈ ലോകത്തിൻ്റെ ലോകമെനിക്കു വേണ്ട, ലോകത്തിലൊന്നും വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. പാട്ടതാ.
ലോകം എനിക്ക് വേണ്ട, ലോകത്തിലൊന്നും വേണ്ടെന്ന് പാടിയ പിതാക്കന്മാരുടെ മക്കൾ ലോകത്തെ അള്ളിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ആ അള്ളിപ്പിടിച്ച് വെച്ചിരിക്കുന്ന കൈ അവിടെ വെട്ടിമുറിച്ചാൽ പോലും ആ ലോകത്തിൽ നിന്ന് അവർ പിടിവിടില്ല. ആ അവസ്ഥയിലായി മാറി. അവരുടെ നിത്യത എവിടെയായിരിക്കും പ്രിയമുള്ളവരെ? യാക്കോബ് 4:4 എന്നുള്ളൊരു വാക്യം വായിക്കാം. യാക്കോബ് 4:4. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചാൽ. യാക്കോബ് 4:4. എന്താ അവിടെ യാക്കോബ് എഴുതി വെച്ചേക്കുന്നത്? ആരും ശ്രദ്ധിക്കാതെ വ്യഭിചാരികളായി പോയി. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു, അറിയുന്നില്ലയോ? ആകെ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരില്ല, ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. മനസ്സിലായില്ലേ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ ചേവർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. ഈ ലോകത്തിൽ നന്റുവരാകരുത്. ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് ഇത്രയാകുന്നു. ഭക്തന്മാരെ, ഈ വാക്യങ്ങളെ നിങ്ങളുടെ വീടുകളിൽ ഫ്ലക്സ് അടിച്ച് വയ്ക്കേ, മറന്നു പോകാതിരിക്കാൻ. തിരുവചന സത്യങ്ങളെ കോട്ടിക്കളഞ്ഞ് കൂട്ടുയർത്ത് മറിച്ചു കളഞ്ഞ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാര് ഈ തിരുവചന സത്യങ്ങളെ പഠിപ്പിക്കാതെ ജനത്തെ ആത്മീക കുരുടിലേക്കും ആത്മീക ദാരിദ്ര്യത്തിലേക്കും ആത്മീക നഗ്നതയിലേക്കും നടത്തിയെന്നാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനായ അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. വെളിപ്പാട് പുസ്തകം 3:17-18. അതിൻ്റെ 14 മുതലുള്ള ലവോദിക്കയുടെ ആ അനുഭവം ശരിക്കും വായിച്ച് പഠിച്ചു വേണം. നീ ശീതവാനല്ല, ഉഷ്ണവാനല്ല. ശീതവാനായെങ്കിൽ കൊള്ളായിരുന്നു, ഉഷ്ണവാനായെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതോഷ്ണവാൻ, രണ്ടും കെട്ട് പരുവം. വിശ്വാസിയാണോ? വിശ്വാസിയല്ല. എന്നാൽ വിശ്വാസിയല്ലേ? വിശ്വാസിയാണ്. ഈ അവസ്ഥ അപകടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തീയിലൂതിക്കടിച്ച പൊന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. നഗ്നത, ലജ്ജ, വെള്ളിവാഹനം, വെള്ളവസ്ത്രവും എന്ന് പറഞ്ഞാൽ നീതിയും വസ്ത്രവും രക്ഷാവസ്ത്രവും നമുക്ക് തന്നു, നമ്മെ ഉടുപ്പിച്ചു. അതെന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അത് തിരിച്ചു പ്രാപിച്ചോണം. 3, കുരുട്. പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിൽ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ബുദ്ധി കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ ആത്മീയ കുരുട് ബാധിച്ചു, തിമിരം ബാധിച്ചു. ആത്മീയ തിമിരം ബാധിച്ച അഹരോന്റെ പിന്തുടർച്ചക്കാരായ ശുശ്രൂഷകന്മാരാണ് ഇന്ന് സഭ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ 100% സത്യമാണ്. അവർ മടങ്ങി വന്നേ മതിയാവും. അവർ കാഴ്ചപ്പാട് പ്രാപിച്ചേ മതിയാവും. അവർ ദർശനം പ്രാപിച്ചേ മതിയാവും. അവർ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഏറ്റെടുത്തേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരിക. ആദ്യം മുതൽ നിങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. നിത്യജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് മരിച്ചിരിക്കുന്നവൻ ഒരു നാൾ നശിച്ചുപോലെ അവൻ നിത്യജീവനിലേക്ക് പോകും. നിത്യജീവൻ യേശു ക്രിസ്തുവാണ്. നിത്യമായ ജീവൻ നൽകുന്ന ഏക വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഉലകമഹാന്മാർ അഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരുമെന്ന് അവർ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വരുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയ ഒരു അവതാര പുരുഷൻ ലോകത്തിലുണ്ടോ ദൈവമക്കളെ? യേശുക്രിസ്തു അല്ലാതെ. പലരും മരിച്ചു പോയത് എങ്ങോട്ട് പോയെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവർക്കല്ലെങ്കിൽ നമുക്കറിയാം അവിടെ പോയെന്ന്. ഞാനത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പത്രത്തിൽ വായിക്കുമ്പോൾ
ഇന്ന കമ്പനിയുടെ MD, ഇന്ന ബാങ്ക് മാനേജർ, ഇന്ന പൊളിറ്റിക്കൽ ലീഡർ, ഇന്ന ടോപ്പിലിരുന്ന ഒരാൾ. ഈ വലിയ വലിയ ആൾക്കാർ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടിക്കുറിപ്പൊക്കെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ നമ്മൾ അന്തം വിട്ടു പോകും. അദ്ദേഹം ഒരു അസോസിയേഷൻ പ്രസിഡൻ്റ് ആയിരുന്നു, സെക്രട്ടറി ആയിരുന്നു, ഖജാൻജി ആയിരുന്നു, പിന്നെ ഒരു 10-15 സ്ഥാനമാനങ്ങളൊക്കെ വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അച്ഛനായിക്കോട്ടെ, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആര് തന്നെ ആയിക്കോട്ടെ, 10, 15, 20, 25 സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആ സ്ഥാനപ്പേരുകൾ ആ ചരമക്കുറിപ്പിൻ്റെ അടിയിൽ എഴുതുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കൗതുകമായൊരു അവസ്ഥ. ഇതെല്ലാം വായിച്ച് നമ്മുടെ കണ്ണും കുഴയും, നമ്മുടെ സ്വോത്രം ശ്രദ്ധ മുഴുവൻ പോകും. എന്നാലും ഞാൻ ശ്രദ്ധയോടുകൂടി വായിച്ച് ഞാൻ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 16, 17 സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നൊരു വ്യക്തി നമ്മളെ വിട്ട് കടന്നുപോയി. കർത്താവിൽ വിശ്രമിക്കുന്നു. വിശ്രമിച്ച കുഴപ്പമൊന്നുമില്ല, സന്തോഷം. ആ കർത്താവിൽ വിശ്രമിക്കാനായിട്ടുള്ള ഉപദേശങ്ങളും ജീവിത രീതികളും അദ്ദേഹം പിൻപറ്റിയോ? ഇന്ന് നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് കൂട്ടായ്മ കർത്താവിനോടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അപ്പോസ്തലന്മാർ പ്രബോധിപ്പിച്ചപ്പോൾ ആ അവസ്ഥയിലൂടെ ജീവിച്ചാണോ അവർ കടന്നുപോയത്? ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു യാക്കോബ സഹോദരൻ മരിച്ചുപോയി. ഞാൻ എപ്പോഴും കാണുന്ന സഹോദരൻ, ഞങ്ങൾ പരിചയം ഒന്നുമില്ലായിരുന്നു. കാണും, എന്നെ നോക്കും, ഞാൻ നോക്കും. ചെറുപ്പക്കാരനാണ്, 10-35 വയസ്സേ ഉള്ളൂ. ആളെ മരിച്ചുപോയി, മാരകമായ രോഗം വന്ന് മരിച്ചുപോയി. അവിടെ ഫ്ലക്സ് അടിച്ചു വെച്ചു, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിലേ വന്നു, ബൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. എൻ്റെ ദൈവമേ, ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഇദ്ദേഹത്തെ മുകളിലേക്ക് എത്തിക്കാനുള്ള ശുശ്രൂഷ നടക്കുക. ഒരു 3-4 പേര് പുകയടിയും മണിയടിയൊക്കെ ആയിട്ട് അവരവിടെ ഈ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുകയും അവിടെ സൂക്തങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും ഈ മരിച്ചു പോയതുപോലെ തിരികെ വരുമെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രത്യാശ നിർഭരമായ അവസ്ഥ. ആ പുകയടിയും മണിയടിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ പുള്ളി കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. ഞാനതിനെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുകയല്ല കേട്ടോ. അദ്ദേഹവും ഉയർത്തെഴുന്നേറ്റ് വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി അവരെ അങ്ങ് ഇവിടെ, കത്തോലിക്കരെ ഇവിടെ, മറ്റ് സമുദായക്കാരെ അങ്ങ് ഇവിടെ, പെന്തക്കോസുകാരെ തന്നെ എടുക്കാം. പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരുമെന്ന് 100 പ്രാവശ്യം എൻ പേരും പേർ വിളിക്കുമ്പോൾ കാണുമെന്ന് പറഞ്ഞ് പാടി സന്തോഷിച്ച് സായൂജ്യമടയുന്ന പെന്തക്കോസുകാരാ ഈ പറഞ്ഞ പുള്ളി പേർ വിളിക്കുമ്പോൾ വരുമോ? അവിടെ പേര് വിളി ഉണ്ടോ? ഞാൻ പണ്ടും പല സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വളരെ വചനജ്ഞാനമുള്ള ദേവദാസന്മാരുമായിട്ട് ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഒരു പേര് വിളിയില്ല, ഒരു പുതിയ പേര് അവർക്ക് കൊടുക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരും ഓരോരുത്തരുടെ സംഘടന വിളിയൊന്നും അവിടെ ഇല്ല. അതൊക്കെ മിഥ്യാധാരണയാണ്. അതൊക്കെ ആലങ്കാരിക പദപ്രയോഗങ്ങളിലൂടെ പാട്ടുണ്ടാക്കി നമ്മളെ സൂഹിപ്പിക്കുന്ന സൂഹ്യന്മാരുടെ ഒരു രീതിയാണ്. ഇതൊന്നും നിങ്ങൾ കേട്ട് വിശ്വസിക്കരുത്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അതാ പുസ്തകത്തിൽ കാണുന്നത്. യേശു ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചുപോയവർ ഉയർത്തെഴുന്നേറ്റ്. ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ പുസ്തകത്തിലെ. അതിനെ വളച്ചൊടിച്ച് പാട്ടുകളാക്കി, പിന്നെ പല രൂപഭാരങ്ങളാക്കി, ഗദ്യങ്ങളാക്കി, പദ്യങ്ങളാക്കി, മനോഹരമായ നിലയിൽ പ്രാസം ഒപ്പിച്ച് കുമാരനാശാനൊക്കെ പാടുന്ന പോലെ പാടി പ്രസംഗിക്കുന്ന ഭാഷന്മാരുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമൊക്കെയാണ്. പക്ഷെ അതുവല്ല നടക്കുമോ? ഉപദേശി നടക്കുമോ? ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കണ്ടേ? ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണ്ടേ? നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതുമായ ജീവൻ്റെ വചനം അവർ പറഞ്ഞ ഉപദേശങ്ങളായി റോമാസഭ, കൊരിന്ത് സഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, ഫിലിപ്പി സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ ആദ്യമായ സഭകളെ അവർ പ്രബോധിപ്പിച്ച് ഉപദേശിച്ച് ആ സഭകളെ ആത്മീയമായി ഉണർത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി, പിന്നെ അപ്പോസ്തലന്മാരെ പോലെ ആക്കി ആത്മീയമായി വളർത്തിയെടുത്തതുപോലെ ഇന്ന് സഭകളെ വളർത്തിയെടുക്കുന്നുണ്ടോ? എവിടെ വളർത്തിയെടുക്കുന്നുണ്ട്? ഒരു സങ്കീർത്തനശീല വായിച്ച് മോശ അതിലേ പോയി, ദാവീദ് ഇതിലേ പോയി, പിന്നെ അറ്റവൻ്റെ തലയിൽ ചെന്നി നോക്കി കുത്തി കയറ്റി. എന്ത് കയറ്റി? ഗുളിക കൊണ്ടോ എന്താണ്ടും കൊണ്ട്. ചാകാതെ ഇരുന്ന്, ഒരുത്തൻ ചാകാതെ കിടന്നു. നീ ആരാന്ന് ചോദിച്ചു. ഞാനൊരു ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ചാകാതിരിക്കുക, അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം? കൊല്ലണമെന്ന് പറഞ്ഞു. അവൻ വാളെടുത്ത് ശൗലിനെ കൊന്നു എന്നാ പറയും.
ഈ വർത്തമാനം ദാവീദ് കേട്ടപ്പോൾ നീ അഭിഷേകത്തിന്റെ നേരെ വാളം അവരെ കൊല്ലടാന്ന്. അതാണ് അവിടുത്തെ രീതി. ഇവിടെ കൊള്ളയും കൊള്ളവയ്പ്പാണോ അവിടെ രീതി? ഇവിടെ ക്രിസ്തുവിന്റെ സ്നേഹമനുസരിച്ച് ജീവിക്കുകയല്ലേ, തമ്മിൽ ക്ഷമിക്കുകയല്ലേ, പൊറുക്കുകയല്ലേ, സഹിക്കുകയല്ലേ ചെയ്യേണ്ടത്? ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമതയ, പരോപകാരം, വിശ്വ സൗമ്യം, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണമില്ല. ആത്മാവിന്റെ ഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിലെ അഭികാമ്യം. അതല്ലേ പുതിയ നിയമം പഠിപ്പിക്കുന്നത്.